ഹലോ, നമ്മളിന്നിപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മളെ വീടിൻ്റെ മുകളിൽ താമസിക്കുന്ന ഫാമിലിയെ പറ്റി ആദ്യം ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള മോനും നമ്മുടെ സിദ്ധു കുഞ്ഞുവിൻ്റെയൊക്കെ ഫ്രണ്ടാണ്. നമ്മൾ കുറേ വീഡിയോസിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ബർത്ത്ഡേ അവിടെയുള്ള മോൻ്റെ ചേച്ചീൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മക്കളില്ലാത്ത നല്ല മിസ്സിങ് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് നീഹലിൻ്റെ വീട്ടിലാണ്. അതായത് അവർ അവിടെ തന്നെയാണ് കളിക്കാനായിട്ടും. അതിപ്പോൾ നമ്മൾ ഒരേ വീട് പോലെ താമസിക്കുന്ന ഒരിതാണല്ലോ. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുമിച്ച് കഴിക്കുകയും എല്ലാം ചെയ്യുന്നതാണ്. സിദ്ധു തന്നെ കുഞ്ഞുവിനേക്കാളും സിദ്ധു നീഹലായിട്ട് അത്രയും നല്ല ഇതിലാണ്. അപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മളെ വിളിച്ചിട്ട് അവിടെ ചെന്നപ്പം തന്നെ പറഞ്ഞ കാര്യം കുഞ്ഞു സിദ്ധു ഭയങ്കര മിസ്സിങ് ആണെന്നാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം അവിടെ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് അവരുടെ കുറച്ച് ബന്ധുക്കളും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളെന്ന് വെച്ചാൽ അത്രയും താഴെ തന്നെയുള്ള ആളാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഫോട്ടോ തന്നെ ഈ ഫോട്ടോ ഒക്കെ നമ്മളെ സജീഷേറിനെടുത്ത ഫോട്ടോ കേട്ടോ. ഏതായിട്ടും പറയുന്ന കൂട്ടത്തിൽ പറയാമല്ലോ, നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയതിനെ കൊണ്ട് സജീഷേറിനെടുത്ത ഫോട്ടോ ആണ് അപ്പോൾ ഫ്രെയിം ചെയ്തത്. പിന്നെ നീഹലിൻ്റെ വകയുണ്ടായിരുന്നു ഗിഫ്റ്റ്. അതേപോലെ തന്നെ പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സും മറ്റുള്ള കുറേ ആൾക്കാരെല്ലാവരും എല്ലാവരും ചെറിയ നല്ല അടിപൊളി എല്ലാവരും അധികവും ഫോട്ടോ ഫ്രെയിം തന്നെയായിരുന്നു ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഒരു 4-5 ഫോട്ടോ ഫ്രെയിം തന്നെ ഗിഫ്റ്റായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ദേവു ഉണ്ടായിരുന്നു. ദേവുവിൻ്റെ വകയുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ വൈകുന്നേരം നമ്മൾ ഇതിനെപ്പറ്റി എന്താ കൊടുക്കുക ഒക്കെ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം ഈ കുഞ്ഞുവിൻ്റെയും സിദ്ധുവിൻ്റെയും ഒക്കെ ദേവുവിൻ്റെയും ഒക്കെ ബർത്ത്ഡേക്ക് അവൾ വന്നിട്ട് പ്രത്യേകമായിട്ട് ഗിഫ്റ്റെല്ലാം കൊടുക്കുന്ന കേട്ടോ, ദിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവു ആദ്യം എന്താമേ കൊടുക്കുക എന്നുള്ളൊരു ഇതിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ പറഞ്ഞു എന്തായാലും എന്നൊരു ഓർമ്മ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോ ഫ്രെയിം ആണല്ലോ. അപ്പോൾ അവളും കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ആട്ടോ. അവളിന് കുറച്ച് നേരം അവിടെ നിന്നിട്ട് കേക്ക് കഴിക്കുന്ന കാര്യത്തിൽ ഒന്നും പിറകോട്ടല്ല എന്നുള്ളത് അറിയാമല്ലോ. പിന്നെ ഫുഡായിട്ടോ, ഫുഡ് പിന്നെ ബിരിയാണി ആയിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, ബിരിയാണിയൊക്കെ ആകുമ്പോഴാണ് എനിക്കെൻ്റെ സിദ്ധുവിനെ കുഞ്ഞുവിനെ നല്ല മിസ്സിങ് ആണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ നമ്മളെ വീഡിയോയിലെല്ലാം അവർ ഏറ്റവും കൂടുതൽ പിന്നെ ഇങ്ങനെ എന്താ പറയുക ഇവരെ കൂടെ നിൽക്കേണ്ട ഒരാൾക്കാരാണല്ലോ. അപ്പോൾ എൻ്റെ മക്കളെ എല്ലാത്തൊരു വിഷമം ശരിക്കും. ശേഷം ഞങ്ങൾ പിന്നെ വൈകുന്നേരം മിക്സി നന്നാക്കാൻ വേണ്ടി വടകര പോയിട്ടോ. കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ മിക്സീൻ്റെ 2 ജാറും കേടായി കിടക്കുകയായിരുന്നേ. അതുകൊണ്ട് തന്നെ അരയ്ക്കൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം മിക്സി നമ്മളെ സംബന്ധിച്ചിടത്തോളം മിക്സി ഇല്ലാതെ ഒരു രക്ഷയില്ല. കാരണം അമ്മിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് സജീഷറിന് ലീവ് വന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങിയതാണ്. അതിൽ നല്ല കമ്പനിയൊക്കെയാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ, അതിൻ്റെ റൗണ്ട് ഉണ്ടാവില്ല നമ്മളെ. ആ സാധനം കംപ്ലീറ്റ് ഏത് സമയത്തും പൊട്ടിപ്പോവും. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ അതെന്താ നമുക്ക് അരയ്ക്കുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം അതിൽ ചെറിയ ചമ്മന്തി അരയ്ക്കുന്ന ജാറൊക്കെ ഉണ്ട്. പാനസോണിക്കിൻ്റെ മിക്സിയാണ്, പക്ഷേ മിക്സിക്ക് കുഴപ്പമൊന്നുമില്ല, ജാറ് രണ്ടും പോക്കായിരുന്നേ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്ന് അവരെ കൊണ്ട് ചെയ്യിച്ച് വാങ്ങിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതില്ലാതെ ഞാൻ കുറേ ദിവസമായിട്ട് തേങ്ങ അരയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം. കാരണം വലിയ ജാറിലൊന്നും നമുക്ക് തേങ്ങ അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ എൻ്റെ കണ്ണട നന്നാക്കാൻ വേണ്ടിയുള്ള പോക്കാട്ടോ ഇത്. എൻ്റെ കണ്ണട എൻ്റെ 2 കാലും പോയി കിടക്കുകയായിരുന്നേ. അപ്പോൾ ആ കാല് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. നമ്മൾ വാങ്ങിയത് ലെൻസ് കാർഡിൽ നിന്നാണ്. എന്നെ അങ്ങനെ കണ്ണടിട്ടാലും കണ്ടിട്ടുണ്ടാവില്ല. എന്ന് വെച്ചാൽ കണ്ണട എനിക്ക് ചേരില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, എനിക്ക് കുറവ് പോലെയായിരുന്നു കണ്ണടിട്ട് പുറത്ത് പോകുക എന്ന് പറയുന്നത്. പക്ഷേ കണ്ണട നിർബന്ധമാണ്. കാരണം തലവേദനയോ കണ്ണിൻ്റെ ഒരു സൈഡ് വേദനയോ ഒക്കെ വരും കണ്ണട ഇട്ടില്ലെങ്കിൽ. എന്നാലും കണ്ണട അതിൻ്റെ കാല് പോയ സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നം. കാരണം അത് ഞാൻ വീട്ടിൽ നിന്നൊക്കെ നല്ലോണം ഉപയോഗിക്കും കേട്ടോ. അങ്ങനെ കണ്ണട വാങ്ങാൻ പോയി. അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഞാൻ ഒരുപാട് നല്ല മോഡലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സജീഷനോട് പറഞ്ഞു, ഇങ്ങനത്തെയൊക്കെ ചിലപ്പോൾ എനിക്കിപ്പോൾ ചേരിയായിരിക്കും കേട്ടോ. അന്നൊരു ഓഫർ വന്ന സമയത്ത് 2 പേരും കൂടി വാങ്ങിയതാണേ. അതുകൊണ്ട് പക്ഷേ സജീഷറിന് നല്ലോണം ചേരുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ചേരാത്തതിനെ കൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് തന്നെ എന്തോ ഒരു കുറവാകും കണ്ണിട്ടിട്ട് വീഡിയോ എടുക്കുന്ന സമയത്തേ. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ പോയത് ചിയാ സീഡ്സ് വാങ്ങുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ പോയതാട്ടോ. അതുപോലെ ശിവാനന്ദ അതുപോലെ നമ്മുടെ ആശ്രമം ഉണ്ടല്ലോ, ആശ്രമത്തിൻ്റെ ഷോപ്പിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതാണ് എന്നുള്ളതൊക്കെ ഞാനും കേട്ട്, ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് നോക്കി. പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ട് അവിടെ ഒന്ന് കയറി നോക്കിട്ടോ, എന്താ അവിടെ കിട്ടുമെന്നുള്ള കാര്യം. എൻ്റെ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. ഞാനിനി യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരേ. അപ്പോൾ ചിയാ സീഡ്സ് വാങ്ങി, അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണേ.
പിന്നെ അതിന് ശേഷം കുറച്ചുകൂടി അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് പിന്നെ അതാ നമ്മളിതാ വീട്ടിലെത്തി. ഇതാ ദേവ് കുറേ കാലമായിട്ട് വീഡിയോൻ്റെ മുന്നിലൊന്നും വരലില്ല, അതാ ഇങ്ങനെ ഓടിക്കളിയാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഉള്ളു. ഇനി ഒരു വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ബായ്.